ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ ഉച്ചക്ക് ഇരുത്തിയാണ്ട് ചില ആൾക്കാർക്ക് മനസ്സിലാവും, കാരണം ഷോർട്സ് ഇട്ടുണ്ടെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനൊരു കുറേ പേരൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ കുറേ പേരൊക്കെ പറയും. ചില ആൾക്കാർ പുബേർട്ടി സെർമണി എന്നും പറയും, പിന്നെ കുട്ടിക്കല്യാണം പറയും, ധാവണി കല്യാണം, അങ്ങനത്തെയൊക്കെ പറയും. അപ്പോൾ കുട്ടിക്കല്യാണം എന്ന് പറയുന്നു. അപ്പോൾ അതാണ് സംഭവം ഗൈസ്. അപ്പോൾ എന്നെ തേച്ച് ഒരു വെള്ളം മുണ്ടിൽ എന്നെ ഉടുത്തിരിക്കുകയാണ് ഗൈസിൻ്റെ മുഖം കണ്ട് നിങ്ങൾ ചിരിക്കുന്നത് ഗൈസ്. എന്താ വെച്ചാൽ ഈ എണ്ണ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ മുഖം വെച്ച് ഇഷ്ടമല്ല ഈ എണ്ണ വയ്ക്കുന്നത് ഗൈസ്. അതുകൊണ്ടാണ് അപ്പം ആദ്യം പപ്പ വന്ന് എന്നാണ് മഞ്ഞൾ തേച്ചു, പിന്നെ അമ്മ വന്ന് തേച്ചു. ഇനിയിപ്പം അമ്മ എന്നെ കയ്യിലും മുഖത്തും വെളുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേച്ച് കുറേ. പിന്നെ എനിക്ക് കുറേ പാപ്പിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ഒരു പാപ്പിയാണിത്. ആ പാപ്പിയൊക്കെ വന്ന് തേക്കും ഗൈസ്, എന്നെ ചിരിക്കാൻ ഗൈസ്. പിന്നെ അപ്പുറത്ത് ബാക്കിൽ കൊണ്ട് ഒരു അടുപ്പാണ് ഗൈസ്. പിന്നെ എൻ്റെ കയ്യിലൊക്കെ എല്ലാവരും തേച്ചപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ടെടുത്ത് തേക്കുകയാണ് ഗൈസ്. എൻ്റെ കയ്യിലൊക്കെ തേച്ച് എന്നെ തലയിലൊക്കെ എണ്ണ വെച്ചിട്ടാട്ടോ എത്തിയത് തന്നെ. പിന്നെ എൻ്റെ അമ്മമ്മ വന്ന് കാലിലൊക്കെ തേച്ച് എവിടെയാണ് തേക്കാൻ സ്ഥലം എന്നൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്, സ്ഥലമില്ല. അപ്പോൾ പിന്നെ എൻ്റെ വേറൊരു പാപ്പിയാണ്, വല്യമ്മയാണിത്. കുറേ ഞാൻ വെള്ളമാക്കി കുറേ പാപ്പിമാർ വല്യമ്മമാരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു വല്യമ്മയാണ് ഇതിപ്പോൾ എനിക്ക് മൂക്കിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ തേക്കുകയാണ് എല്ലാവരും ഇത്. അപ്പം ഇവരൊക്കെ ഇതിപ്പോൾ രാവിലെ ഒരു 10 മണി ക്യാഫിലൊക്കെയാണ് ഇത് തേക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒത്തിരിയാണ്. ഇപ്പം ഇനി അടുത്തത് അച്ഛമ്മയാണ്. തേക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അച്ഛമ്മ പുറത്തൊക്കെയാണ് ഗൈസ് തേച്ചത്. അപ്പോൾ ഗൈസ് ഞാൻ ബാക്കിൽ അത് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഒരിലയിൽ തേങ്ങ വെച്ചിട്ട് തേങ്ങേൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുന്നോട്ട് 3 പ്രാവശ്യം ചാടും. പിന്നെ കിണ്ടിയിലത്ത് വെള്ളവും പിന്നെ ഒരു വിളക്കും കത്തിച്ച് ഈ തേങ്ങ പൊട്ടിക്കണം. പിന്നെ ഗൈസ് ഞാൻ പൊട്ടുക എന്നുള്ള അതിൻ്റെ ഒരു മടിയിലായിരുന്നു ഗൈസ്. അവസാനം ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ പൊട്ടിച്ചു ഗൈസ്. കയ്യൊക്കെ അടിച്ചു എന്താക്കി. പിന്നെ വിളക്കെടുക്കും. ഇപ്പം കുട മറ്റേ ഒരു കുടയില്ലേ ഗൈസ്, മാവേലിക്ക് ഉണ്ടായിരുന്ന ആ കുടയിന് ഓലക്കുട, ആ കുടയിന് ശരിക്കും വേണ്ട, ഞങ്ങളതിൽ ആ കുട ഇല്ല. അപ്പോൾ അതിനോട് ഈ കുട എടുത്ത് വന്നതാണ് ഗൈസ്. പിന്നെ എന്തോ വിളക്കും ഇന്ത്യയും വിളിച്ചിട്ട് എൻ്റെ ബാക്കിൽ അമ്മയും പപ്പമാരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സൈക്കിളൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. അപ്പം എന്താ വീട് ചുറ്റാനൊക്കെ ഉണ്ട്. വീട് ചുറ്റാനുള്ളതുകൊണ്ട് ഞങ്ങൾ ചുറ്റുന്ന അങ്ങനെ വീഡിയോയില്ല. പിന്നെ ഞങ്ങൾ ഗൈസ് വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറണം. ആദ്യം വീഴാൻ പോയി, പിന്നെ ഞാൻ നേരെ പിടിച്ച് കയറി വന്നു ഗൈസ്. പിന്നെ വിളക്കൊക്കെ കൊണ്ടുവന്ന് അകത്തേക്ക് കയറി ഗൈസ്. അപ്പോൾ തിരി കിട്ടാൻ പോയി, കുറേ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടി പോയി വെളിച്ചെണ്ണ. അപ്പം അതിനുകൊണ്ട് ഇനിയിപ്പം ഇവിടെ വെക്കാൻ വന്നു. എവിടെയാണ് വെക്കേണ്ടത് കറക്റ്റെല്ലാം ഇവിടെ വന്ന് മെഷീൻ്റെ ഉള്ളിൽ വെച്ചു. ഞാൻ മെഷീൻ്റെ ഉള്ളിൽ വെച്ചു. അത് കഴിഞ്ഞില്ലേ ചേച്ചി, ഞാൻ കഴിഞ്ഞു. അപ്പം അതിന് ശേഷം കിട്ടിയ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിടണമെന്ന് പറഞ്ഞു. പിന്നെ ഈ സ്വർണ്ണം അങ്ങനെ ഓവർ ഇടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പ്ലസ് എനിക്ക് പിന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട്. പിന്നെ അപ്പുറത്ത് കുറേ രാവിലെ മുല്ലപ്പൂ ഒക്കെ പപ്പ പോയി വാങ്ങി വന്ന്. അപ്പോൾ പപ്പി അമ്മയൊക്കെ എല്ലാവർക്കും ഓരോന്നിട്ടുണ്ട് ഗൈസ്. പപ്പ ഒരു കയ്യിൽ അമ്മ ഒരു കയ്യിലൊക്കെയാണ്. പിന്നെ കമ്മൽ ഞാൻ തന്നെ ഇട്ടു. കമ്മൽ പിന്നെ എനിക്ക് അതിടാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ 2 കയ്യിലും പപ്പ അടുത്ത സാധനം ഇട്ടു, അമ്മയും പപ്പയും. അപ്പോൾ അത് ടൈറ്റാക്കി. അപ്പോൾ കമ്മൽ ഇതുവരെ ഇട്ടിട്ടില്ല ഗൈസ്. എന്താ വെച്ചാൽ കമ്മലിക്ക് ഇടാൻ പറ്റില്ല. അവസാനം ഇപ്പം അമ്മ ഇട്ടു ഗൈസ്. അമ്മ വന്നിരുന്നു കിട്ടുന്നു. പിന്നെ അമ്മമ്മയ്ക്കൊരു അമ്മമ്മയ്ക്ക് വള ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ അമ്മ വള ഇടുകയാണ് ഗൈസ്. ഒരു വളയില്ലേ. പിന്നെ അച്ഛമ്മ ഒരു വളയും ഇട്ടാണ്. പിന്നെ ഞങ്ങൾ കിട്ടിയ ഗോൾഡ് മാത്രമാണ് ഇട്ടത്. അങ്ങനെ കുറേ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ കിട്ടിയ ഗോൾഡ് മൊത്തം ഇല്ലാണ്ട് പിന്നെ ഒരു 2 മാലയൊക്കെ ഇട്ട് കയ്യിൽ മോയിലൊക്കെ ഇട്ട് സെറ്റായി. എനിക്ക് മേക്കപ്പാണ് ഗസ്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പാപ്പിമാരൊക്കെയാണ് എനിക്ക് മുല്ലപ്പൂ വെച്ചിരുന്നത്. കുളിച്ച് വന്നതുകൊണ്ട് മുടി നല്ല കോല് പോലെ നിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ പാപ്പിമാരൊക്കെയുള്ള മുല്ലപ്പൂ മൊത്തം എനിക്ക് വെച്ച് ഞാൻ കയ്യിലും ചുറ്റി വെച്ച്. പിന്നെ കുറേ നേരം തലയിലൊക്കെ എനിക്ക് വെച്ചെന്ന്
കുറേ മുല്ലപ്പൂ ഉണ്ടായിന്, പക്ഷെ ഒക്കെ രസമുണ്ടായിന് ഗൈസ്. വെച്ചത് കുറേ ഹാസ്പിനൊക്കെ കുത്തി മുല്ലപ്പൂ വെച്ച്. പിന്നെ ഇത് എൻ്റെ ഒരു ചേച്ചിയാണ് ഗൈസ്, കാത്തു ചേച്ചിനാണ് ഞാൻ വിളിക്കാം. അപ്പോൾ കാത്തു ചേച്ചി എനിക്കൊരു വള വാങ്ങിട്ടാണ്. പിന്നെ ഏച്ചിയും ഐലൈനറൊക്കെ എഴുതി തന്ന ഏച്ചിയാണ് ഗൈസ്. പിന്നെ ഐലൈനറൊക്കെ എഴുതി ഏച്ചി നന്നായിട്ട് ഐലൈനറൊക്കെ എഴുതി. അപ്പോൾ ഞാൻ ഐലൈനർ എഴുതി. പിന്നെ ഒരു പൊട്ട് തുറന്നാണ്, എനിക്ക് പൊട്ടൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ തൊട്ട് എനിക്ക് കണ്ണിൻ്റെ അടി എഴുതുന്ന ഇഷ്ടമല്ല, അതും എഴുതി. കണ്ണിൻ്റെ അടിയിലും എഴുതി. പിന്നെ കുറച്ച് ചന്ദനമൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്ക് അതിനകത്ത്. അത് കഴിഞ്ഞ് എന്താ 3 ചട്ടിയിൽ എന്തൊക്കെയൊക്കെ വെച്ച്. ഒന്നിൽ ചോറും ശർക്കര പായസമാണ് തോന്നുന്നു, പിന്നെ എന്തോ കറിയൊക്കെയാണ്. പിന്നെ ഒരു വിളക്കും കത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കിണ്ടിയിൽ എന്തൊക്കെയൊക്കെ ഇട്ടും വെച്ചിട്ടുണ്ട്, എന്തൊക്കെയൊക്കെ എനിക്ക് കറക്റ്റ് അറിയൂല. അങ്ങനെ എന്തോ ഒന്നിലൊന്നുമില്ല, എന്തോ മുളകും ഉപ്പും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇളക്കുക. ഫസ്റ്റത്തേൽ എനിക്ക് ഇതിനുണ്ടായും കറി, പിന്നത്തേൽ മറ്റേ ശർക്കരേൻ്റെ പായസം, പിന്നെ ചോറ് ആയിരുന്നുള്ളത്. പിന്നെ ഒന്നുമില്ല, അത് ഇളക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ എന്താ ചോറ് ഇളക്കിയിടിക്ക് കിട്ടിയില്ല, ഇളക്കാൻ പറ്റില്ല. പക്ഷേ എന്താ ഇളക്കാൻ പറ്റില്ല ഞാൻ പറയാം. പിന്നെ അതുമൊക്കെ എടുത്ത് മാറ്റി. പിന്നെ അത് കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുക്കണം, അതാണ് സംഭവം. അതാണ് അപ്പം ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തോ എടുത്ത് അമ്മയ്ക്ക് എടുത്തെടുത്ത്. എന്താ എനിക്കറിയില്ല, തുറന്ന് നോക്കുക എന്താ സംഭവം എനിക്കറിയാം. ഞാൻ വളരെയധികം ഞാൻ അപ്പത്തെ കയ്യിലേക്ക് ഇട്ടിട്ട് അപ്പം അമ്മ തുറന്ന് നോക്കിയപ്പോൾ അമ്മയ്ക്ക് എന്തേത് കിട്ടി ഗൈസ്. എന്താ ഇനി ഒന്നുമില്ല ഇനി ഗൈസ്, ഫസ്റ്റത്തേനൊന്നുമില്ല. അല്ല ഗൈസ്, മുളകും ഉപ്പുമായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നത്. പിന്നെ അടുത്ത എന്താ കിട്ടിയെച്ച് വെള്ളമൊക്കെ അവിടെ ഇട്ടി. ഞാൻ വെള്ളത്തോടെയാണ് ഗൈസ് എടുത്തത്. അപ്പോൾ വെള്ളമൊക്കെ അവിടെ ഇട്ടി. പിന്നെ അടുത്ത നോക്കി, അപ്പം നോക്കിയപ്പോൾ എന്തായിട്ട് നോക്കാം ഗൈസ്. അപ്പം നമുക്ക് എന്താ കിട്ടിയെന്ന് എന്താണ് ഗൈസ്, ഇതാണോ മുളക്? ഇപ്പോഴത്തെ എന്താ കരിയാന്ന് തോന്നുന്നു, കത്തിങ്കാവുന്നില്ല ഗൈസ്, കരിയാന്ന് തോന്നുന്നു ഗൈസ്, കരിക്കട്ട അങ്ങനത്തെ സാധനവും. പിന്നെ എന്താ കിട്ടിയെന്നൊക്കെയാണ് ഇതെനിക്ക് ഈ സ്വർണ്ണമാണ് കിട്ടിയത്, ഒരു മോതിരം സ്വർണ്ണം കിട്ടി. പിന്നെ എന്തായിട്ട് ഫസ്റ്റ് കിട്ടിയത് തുളസിയാണ് ഗൈസ്. പിന്നെ കിട്ടിയത് മുളക്, പിന്നെ കിട്ടിയത് പൂവ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗൈസ് എനിക്കിത് കിട്ടുന്നത്, കരി കിട്ടുന്നത്. ഒന്നുമില്ല ഗൈസ്, അതിലാണ് ഒന്നുമില്ലാത്തത് ഗൈസ്. ഇനി അടുത്തും കൂടി ഉണ്ടിനി, അതും എടുത്തു ഗൈസ്. ടോട്ടൽ 5 എല്ലാം തോന്നിട്ടു ഗൈസ്. പിന്നെ എൻ്റെ പാവാടയിലൊക്കെ വെള്ളമായി ഗൈസ്. ഇങ്ങനെ എൻ്റെ പാവാടയിലുള്ള വെള്ളമൊക്കെ തട്ടിക്കാണ്. ഇതിൽ നമുക്ക് കരി കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ തുളസി, പിന്നെ കിട്ടിയ മുളക്, അതിന് സ്വർണം, പിന്നെ പിന്നെ സോറി കേസ് അപ്പോൾ പിന്നെ കിട്ടിയ വെള്ളമല്ല മുളക്, അത് കഴിഞ്ഞിട്ട് സ്വർണം, അത് കഴിഞ്ഞിട്ട് കരി കിട്ടി. പിന്നെ ചക്കശോറ് തിരിയുന്നതായിരുന്നു ഗൈസ്. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല, എല്ലാവരും ഒന്ന് തിരിച്ചിട്ടുണ്ട് ഗൈസ്. അവളെ എല്ലാവരും തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് പപ്പിയും വന്നു, അമ്മയും വന്നു, അത് കഴിഞ്ഞ് അമ്മമ്മ വന്നു, പിന്നെ അച്ഛമ്മ വന്നു. അടുത്ത നീൻ്റെ ഞങ്ങൾ പാപ്പിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് തന്നു ഗൈസ്. അത്രയും ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ടായി, അധികം ഉണ്ട്. പിന്നെ എൻ്റെ ഓരോ ഏട്ടന്മാരൊക്കെ ഉണ്ട്. ഇനി ഏട്ടന്മാരൊക്കെ ഒന്ന് തിരിച്ചത് ഇങ്ങനെ എന്തോ ചോറ് തിന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേര്, കുറച്ച് കറി, കുറച്ച് ചോറ്, ഒരു പപ്പടം, പിന്നെ ഞാൻ മാങ്ങച്ചാറ് കഴിച്ചു. എനിക്ക് മാങ്ങച്ചാറ് കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ മാങ്ങച്ചാറൊക്കെ കൂട്ടി ഞാൻ ആ ചോറ് മൊത്തം തിന്നു ഗൈസ്. എനിക്ക് വിശപ്പുണ്ടേനി, പിന്നെ വിശപ്പ് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര മതി എന്നാണ്, കുറച്ചും കൂടി തിന്നണം എന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നാ പറഞ്ഞ ഞാൻ തിന്നില്ല. എന്നിട്ട് ഉപ്പിലിട്ട് മാങ്ങ എടുത്ത് തിന്നി ഗൈസ്. പിന്നെ അവിടെ ആരും ഇരുന്നുള്ളത് ഞാൻ നോക്കിയതാണ്, അതിനാണ് എൻ്റെ എനിക്കാണ് ഗൈസ്. പിന്നെ പപ്പ വന്നു എൻ്റെ അടുത്ത് നിന്ന് ഞാൻ തിന്നുന്നത് നോക്കി നിൽക്കുകയാണ് ഗൈസ് പപ്പ. ഞാൻ ഇവിടെ എന്തൊക്കെയാണ് മതി എടുത്തു ഗൈസ്. എന്തോ കറിയൊക്കെ കുറേ കൂട്ടിയും ഞാൻ എനിക്ക് പുളി കൊണ്ട് തന്നു ഗൈസ്.
പുളി കണ്ടിട്ടാണ് ഞാൻ പുളി കുറച്ചേ കൂട്ടിയിട്ടുള്ളൂ, അങ്ങനെ ഞാൻ കൂട്ടിയില്ല. പുളി കുറച്ച്, പിന്നത്തേക്ക് എനിക്ക് വെള്ളം ഒക്കെ കൊണ്ടിട്ടാണ് ഞാൻ ചോറ് തിന്നു, കുറച്ചൊക്കെ തിന്ന്. പിന്നെ എനിക്ക് പിന്നെ അത്ര തിന്നുള്ളൂ ഗൈസ്. പിന്നെ അത് കുറേ നേരം ഞാൻ തിന്നു കൂട്ടിയിരുന്നു, ഞാനത് ചോറൊക്കെ തിന്നു ഗൈസ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് കളിക്കാനായിട്ടില്ല ഗൈസ്, എല്ലാവരും സ്കൂളിൽ പോയതാണ് ഗൈസ്. അപ്പം എനിക്ക് ആരില്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ബോറടിയാണ് ഗൈസ്. അന്ന് ആരും ഇല്ലല്ലോ എനിക്ക് ഗൈസ്. കണ്ടില്ലേ ഗൈസ്. എനിക്ക് ഇത് ഈ ആ വള എനിക്ക് അപ്പച്ചി തന്ന വളയാണ് ഗൈസ്. അതിൻ്റെ അപ്പത്തേക്കുള്ള എനിക്കൊരു കുറേ അത് എനിക്ക് അച്ഛമ്മ വേണ്ടതാണ്, അത് അച്ഛമ്മ വേണ്ടെന്നാണ്. ഓരോരുത്തർ വാങ്ങിയത് എൻ്റെ മുല്ലപ്പൂവൊക്കെ കുറേ കഴിഞ്ഞ് പോയി ഗൈസ്. പിന്നെ എൻ്റെ നോക്കട്ടെ ഗൈസ്, കപ്പടിക്കുന്ന ഗൈസ്. എനിക്ക് വെളിച്ചെണ്ണയൊക്കെ മൊത്തം ഇനി ഒരു കറുത്ത് കിടക്കും ഗൈസ്. അതാണ് അപ്പോൾ ഞാൻ ചോറി അത്രയൊക്കെ തിന്ന് കുറേയൊക്കെ തിന്ന് ഞാൻ നാട്ടിൽ പൂ പോലെ ഇട്ടേക്കാന്ന് ഇനി ഞാൻ പറയും. പിന്നെ ഉപ്പേരി അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉപ്പേരി അങ്ങനെയല്ല, എനിക്ക് പിന്നെ മാങ്ങാച്ചാറൊക്കെ എടുത്ത് തിന്ന്. പിന്നെ ഇവരൊക്കെ അവിടെ ആർക്കൊക്കെയോ കുറേ പണിയുള്ളതുകൊണ്ട് അന്ന് രാത്രിയാണെങ്കിൽ ഒരു പ്രോഗ്രാം ചെറിയൊരു പ്രോഗ്രാമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇവരൊക്കെ വന്ന് നോക്കി. ഇത് അച്ചുവേട്ടൻ ഞങ്ങൾ വീഡിയോ ഉണ്ട്, ഈ വീഡിയോ ഒക്കെ എടുത്താൽ എനിക്ക് അച്ചുവേട്ടനും അപ്പുവേട്ടനൊക്കെയാണ്. ഇവരാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. ഇപ്പം എടുക്കുന്ന അമ്മയാണ്, പക്ഷേ അപ്പുറത്തെ അച്ചുവേട്ടനും അപ്പുവേട്ടനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഗേസിൻ്റെ. കുറേ വീഡിയോ എടുത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഏട്ടന്മാരൊക്കെ ഏട്ടന്മാരെടുത്ത വീഡിയോകൾ എന്തൊക്കെ വീഡിയോ എടുക്കാൻ അല്ല എവിടത്തേക്കൊക്കെ ഒരു വീഡിയോ കയറി വരും ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ബാക്കിൽ അമ്മ ആരെ വിളിച്ചാൽ ഞാൻ നോക്കിയില്ല ഗൈസ്. നമ്മൾ ഗൈസ് നോക്കിക്കണം. ഈ ഭാഗമൊക്കെ നിങ്ങൾ ഈ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഷോർട്സ് കാണാത്തവർ വേഗം പോയി കാണുക ഗൈസ്, ഷോർട്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗൈസ് അവരൊക്കെ എല്ലാവരും അവിടെ ഇരിക്കുക. പിന്നെ രാത്രി ഞാൻ പറഞ്ഞത് കുറച്ച് പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ ബിരിയാണി ചെയ്യുന്നു, ചോറ് കണ്ടതിൽ ചോറും ഉണ്ട്. അപ്പോൾ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല, എത്തുന്നേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്, അവരൊക്കെ എത്തിയവരൊക്കെ ഫുഡ് കഴിച്ചു. അതൊക്കെ ഉണ്ട് ഗൈസ്. എത്തിയവരൊക്കെ കുറച്ച് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കണം. എത്തിയവരൊക്കെ ആരും എത്തിയിട്ടുണ്ട്, പക്ഷേ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങിയാലും ആൾക്കാർ അങ്ങനെ ഫുള്ള് എല്ലാവരും എത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ചെരുപ്പൊക്കെ കാണാൻ കുറച്ചധികം പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും അങ്ങനെ ആയിരിക്കില്ല, എല്ലാവരും പുറത്തെല്ലാവരും കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. കുറേ പേരൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുട്ടികളും എല്ലാവരും കൂടി പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടി ഫുഡ് കഴിച്ച് തുടങ്ങി കേസ്. അങ്ങനെ അതെൻ്റെ കസിൻസൊക്കെയാണ് അവിടെ അറ്റത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു ഏട്ടൻ എണീച്ചിട്ടില്ലേ, ആ ഏട്ടൻ അവിടെ ഇരിക്കുക. ആ ഗ്രൂപ്പാണ് ഞങ്ങൾ കസിൻസൊക്കെയാണ് കേസ്. ഇതാണ് ഞാനാണ്, അമ്മയാണ് സൂം ചെയ്യുന്നത് കേസ്. ഈ സൂം ചെയ്തിരിക്കുന്നത് ഞാനാണ് കേസ്. അപ്പം ഞാനിതാണ് അപ്പുറത്ത് എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ ഒരു കസിനാണ്. എൻ്റെ അമ്മച്ചനൊക്കെ ഉണ്ട് അവിടെ. അപ്പം എല്ലാവരും ഫുഡ് കഴിച്ച് കുറേ നേരം കണ്ടേലും ഗൈസിൻ്റെ ഈ ഒരു വീഡിയോ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കും. അപ്പോൾ ഗൈസ് ഓക്കെ, ബായ്.